കടുക്കുമ്പോൾ പാളയത്തിൽ ചെന്ന് പ്രതിയോഗിയെ നേരിടുക എന്ന തന്ത്രം പയറ്റാനൊരുങ്ങുകയാണോ ഇടതുപക്ഷവും പിണറായി സർക്കാരും? യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുമ്പോൾ വിശ്വാസ വഴിയിൽ ഇനി ഉടക്കാനില്ല, വിശ്വാസത്തെ ചേർത്ത് പിടിക്കുകയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെയാണ്. CPM-ഉം ഇടത് സർക്കാരും ചേർത്ത് നിർത്താനൊരുങ്ങുകയാണ് NSS-നെയും SNDP-യെയും. ശബരിമലയിൽ U-ടേൺ എങ്കിൽ U-ടേൺ തന്നെ. ആഗോള അയ്യപ്പ സംഗമത്തിൽ സമുദായ സംഘടനകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഇടത് സർക്കാർ വിശ്വാസ കാർഡ് കൂടി മുന്നിൽ വെച്ച് നേരിടും ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് കാലം. ആഗോള അയ്യപ്പ സംഗമത്തിലെ നവോത്ഥാനം വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാകുമോ? വിശ്വാസ സംരക്ഷണത്തിൽ കാത്തിരിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നടത്താനൊരുങ്ങുന്ന സുപ്രധാന പ്രഖ്യാപനത്തിനാണോ? അങ്ങനെയാണെങ്കിൽ പരിഷ്കരണ ചിന്തയിൽ നിന്ന് സർക്കാർ നിലപാട് തിരുത്തിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന KPMS-ന്റെ മുന്നറിയിപ്പും ബിന്ദു അമ്മിണി അടക്കമുള്ള ആക്ടിവിസ്റ്റുകളുടെ വിമർശനവും എങ്ങനെ നേരിടും ഇടതുപക്ഷം? CPM-ന്റെ വിശ്വാസിക്കാട് ഇരട്ടത്താപ്പെന്ന് UDF-ഉം BJP-യും പറയുന്നതിനെ എഴുതി തള്ളിയാലും ശബരിമല കാലത്ത് നവോത്ഥാന മനുഷ്യ മതിലിനൊപ്പം അണിചേർന്നവരോട് പാർട്ടി എന്തു പറയും? ലൈവ് അറ്റ് 6-ലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക കണ്ടെത്തൽ. 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്ന് സ്ഥിരീകരണം. പരാതി നൽകാതിരിക്കാൻ സമ്മർദ്ദമെന്നും കണ്ടെത്തൽ. രാഹുലിനെ ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ബില്ലുകളുടെ സമയപരിധിയിൽ സുപ്രധാന പരാമർശവുമായി സുപ്രീം കോടതി. ഗവർണർക്ക് ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് കേരളവും തമിഴ്നാടും. രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഭരണഘടനാ ബെഞ്ചിൽ നാളെയും വാദം തുടരും. ശബരിമല യുവതീ പ്രവേശനം കഴിഞ്ഞ അധ്യായമെന്ന് MV ഗോവിന്ദൻ. CPM വിശ്വാസികൾക്കൊപ്പമെന്നും സംസ്ഥാന സെക്രട്ടറി. ശബരിമലയിൽ CPM-ന് എല്ലാ കാലത്തും ഒരു നിലപാടെന്ന് TP രാമകൃഷ്ണൻ. യുവതീ പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ. കനത്ത മഴയിൽ വലഞ്ഞ ഉത്തരേന്ത്യ. ഡൽഹിയിൽ യമുന നദി കരകവിഞ്ഞു. സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് മുന്നറിയിപ്പ്. പഞ്ചാബിൽ മഴക്കെടുതിയിൽ 29 മരണം. ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രിയുടെ പരോക്ഷ വിമർശനം. ചിലരുടെ സാമ്പത്തിക സ്വാർത്ഥത വെല്ലുവിളി ഉയർത്തുന്നു. രാജ്യം അതിജീവിക്കുമെന്നും മോദി. അമ്മയ്ക്കെതിരായ മുദ്രാവാക്യത്തിൽ വൈകാരിക പ്രതികരണം. हर मां चाहती है कि उसका बेटा उसकी सेवा करे. हर मां चाहती है कि बेटा बड़ा हो, मां के लिए कुछ न कुछ करता रहे. लेकिन मेरी मां ने खुद के लिए नहीं, आप जैसी करोड़ों माताओं की मैं सेवा कर सकूं इसलिए खुद से अलग करके मुझे जाने की इजाजत दी. T20-യിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച മിച്ചൽ സ്റ്റാർക്ക്. പ്രഖ്യാപനം ലോകകപ്പ് മത്സരം പടിവാതിൽക്കൽ നിൽക്കെ. ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ തുടരും. ക്രീസ് വിടുന്നത് 2020-ൽ ഓസ്ട്രേലിയയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക ആരോപണത്തിൽ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച് സംഘം. 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. പരാതി നൽകാതിരിക്കാൻ 2 യുവതികൾക്കും ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്ക് മുറുകുന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. 2 യുവതികൾ ഗർഭചിത്രം നടത്തി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുമ്പിൽ നേരിട്ട് പരാതി നൽകാൻ ശബ്ദരേഖ പുറത്തുവന്ന സംഭവത്തിലെ യുവതി തയ്യാറാകാതിരുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടക്കാം എന്ന പരിശോധന ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നതിനിടയിലാണ് ഗർഭചിത്രം നടത്തിയത് ഒരാളല്ല 2 പേരാണ് എന്ന നിർണായക
നിർണായകമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ 2 യുവതികളും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇതിൽ ഒരു യുവതിയെ സ്വാധീനിക്കാനാണ് 3 വനിതാ മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചത് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. അതിനു പിന്നാലെയാണ് മറ്റൊരാൾ കൂടി സമാനമായ ദുരനുഭവം നേരിട്ടിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ യുവതി കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആശുപത്രി ബില്ലുകളും ഗർഭചിത്രം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർ കണ്ട ഡോക്ടറുടെ വിശദാംശങ്ങളും അടക്കം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചു കഴിഞ്ഞു. ഈ വിവരങ്ങളടക്കം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് അവർ കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം. നിലവിലെ സാഹചര്യത്തിൽ പരാതി നൽകാതിരിക്കാൻ ഈ 2 യുവതികൾക്കും മേൽ വലിയ തരത്തിലുള്ള ബാഹ്യസമ്മർദ്ദമുണ്ട് എന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നേരിട്ടവർ പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറാകാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 88 ഉപയോഗിച്ചുകൊണ്ട് മാതാവിന് ജീവഹാനി സംഭവിച്ചാലോ കുഞ്ഞിന് ജീവഹാനി സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ മാത്രമേ ഡോക്ടറുടെ അനുവാദത്തോടെ നിർബന്ധിത ഗർഭചിത്രം അനുവദിക്കുകയുള്ളൂ. അങ്ങനെ നിയമപരമായി ഇതിൽ ഇരയാക്കപ്പെട്ട യുവതികൾക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ ഭീഷണികൾ നേരിട്ടതുകൊണ്ടാണോ അവർ ഈ ഗർഭചിത്രത്തിന് തയ്യാറായത് എന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയതിനു ശേഷം അവർ പരാതി നൽകാൻ കൂട്ടാക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നേരിട്ട് കേസെടുക്കാനുള്ള വകുപ്പുകളാണ്, പഴുതുകളാണ് അന്വേഷണ സംഘം തേടുന്നത്. അതിനുവേണ്ടി പ്രത്യേക യോഗം ചേർന്ന് നിയമോപദേശം തേടുന്ന കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം തീർത്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തിന് അടക്കം ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് സാഹചര്യം നീങ്ങുകയാണ്. എന്തായാലും രാഹുലിനെതിരായ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും മാറിമറിയുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഷാഫി പറമ്പിൽ പൂർണ്ണമായും കളം മാറ്റിക്കഴിഞ്ഞു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി മാറ്റി രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാൽ വിഭാഗവും പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കം സജീവമാക്കിയിരിക്കുകയാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തുടർച്ചയായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെയാണ് 2 ദശാബ്ദത്തോളം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല അച്യുതണ്ടിനും ഇളക്കം തട്ടിയത്. രമേശ് ചെന്നിത്തലയുടെ എതിർപ്പ് മറികടന്ന് 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തിയതാകട്ടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയും. മുതിർന്ന നേതൃനിരയുടെ അതൃപ്തി മറികടന്ന് 4 വർഷത്തിലധികമായി പാർട്ടിയിൽ നിർണായക സ്വാധീനമുറപ്പിച്ചിരുന്ന വി ഡി ഷാഫി കൂട്ടുകെട്ടിന് കൂടിയാണ് രാഹുൽ വിവാദത്തോടെ പൂർണ്ണമായി ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ ഭാഗമായി രാഹുലിനു വേണ്ടി പ്രതിരോധം തീർക്കുന്നവരിൽ ഷാഫി പറമ്പിലിനൊപ്പം ബെന്നി ബെഹനാൻ, എം ഹസൻ, കെ സി ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് മുൻനിരയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ വി ഡി സതീശനുണ്ടായിരുന്ന സ്വാധീനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയാണ് നിലവിൽ. എം വിൻസെന്റ് MLA ആണ് വി ഡി സതീശനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിയമസഭാംഗം. അതേസമയം കെ സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ. നിലവിലെ സാഹചര്യം അവസരമാക്കി മാറ്റാനുള്ള നീക്കം കെ സി പക്ഷവും സജീവമാക്കിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ തുടങ്ങിയവർക്ക് പുറമെ ചാണ്ടിയുമ്മൻ, മാത്യു കുഴൽനാടൻ, ടി സിദ്ദിഖ്, റോജി M ജോൺ, സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ കെ സി വേണുഗോപാൽ പക്ഷത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കെ മുരളീധരനാകട്ടെ ഗ്രൂപ്പ് നേതാക്കളോട് സമദൂര നിലപാടിലും. കോൺഗ്രസ് കേന്ദ്രങ്ങളെ പിടിച്ചുലച്ച മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരായ വിവാദം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിയിൽ പുതിയ ശാക്തിക ചേരികളുടെ ബലാബലത്തിന് കൂടിയാണ് വഴി തുറന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഗവർണർക്ക് അനന്തമായി ബില്ലുകൾ പിടിച്ചുവെക്കാനാവില്ലെന്ന പരാമർശവുമായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിക്ക് ബില്ലുകളിൽ അംഗീകാരം നൽകാനുള്ള സമയപരിധി സംബന്ധിച്ചുള്ള പ്രസിഡൻഷ്യൽ റെഫറൻസ് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദുർക്കർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. നിയമസഭയുടെ തീരുമാനത്തിന് മേൽ ഗവർണർക്ക് അനിശ്ചിതമായി തടസ്സം നിൽക്കാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് നാഥ് പറഞ്ഞു. കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് മിനി കാപ്പനെ മാറ്റും. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം അംഗീകരിച്ചാണ് നടപടി. പകരം ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ രശ്മി ആറിനാണ് ചുമതല. മിനി കാപ്പനെ അംഗീകരിക്കില്ല എന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാടെടുത്തതോടെയാണ് നടപടി.
രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ യോഗത്തിന് ശേഷം ഇതാദ്യമായാണ് വീണ്ടും സിൻഡിക്കേറ്റ് ചേരുന്നത്. യോഗം ആരംഭിച്ചതു മുതൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വലിയ പ്രതിഷേധമുയർത്തി. രജിസ്ട്രാർ നിയമനം സിൻഡിക്കേറ്റിന്റെ അധികാരമാണെന്നും VCയുടെ നടപടി ചട്ടവിരുദ്ധമെന്നും ഇടതംഗങ്ങൾ വാദിച്ചു. പ്രതിഷേധം കടുത്തതോടെ സമവായ നീക്കമായി മിനി കാപ്പന്റെ നിയമനം സിൻഡിക്കേറ്റ് റദ്ദാക്കി. പകരം ചുമതല കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർ രശ്മി ആറിന് നൽകി. തീരുമാനം ഔദ്യോഗികമാകുന്നതോടെ മിനി കാപ്പൻ ചുമതലയിൽ നിന്ന് ഒഴിയും. നേരത്തെ കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മിനി കാപ്പൻ തന്നെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമലിന് കത്തയച്ചിരുന്നു. പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചാണ് VCക്ക് കത്ത് നൽകിയത്. പുതിയ തീരുമാനത്തോടെ സർവകലാശാല നേരിടുന്ന ഭരണപ്രതിസന്ധിക്ക് പരിഹാരമാകാനാണ് സാധ്യത. അതേസമയം രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ വിഷയം യോഗം പരിഗണിച്ചില്ല. അനിൽകുമാറിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ സാങ്കേതികമായി വിഷയത്തിൽ തീരുമാനമെടുക്കാനായില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യം അപലപനീയമാണെന്ന് മന്ത്രി ആർ ബിന്ദു. സർവകലാശാലകളിലേക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി വരുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. സർവകലാശാലകളെ കലുഷിതമാക്കുന്ന രീതികളിൽ നിന്ന് ഗവർണർ പിന്തിരിയണമെന്ന് മന്ത്രി ആർ ബിന്ദു ആവശ്യപ്പെട്ടു. സംസ്ഥാന സർവകലാശാലകൾ അവ പൊതു സർവകലാശാലകളാണ്. അവയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകി വരുന്നത് സംസ്ഥാന സർക്കാരാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്താൻ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതിന് പിന്നാലെ വിശ്വാസികൾക്കൊപ്പമാണ് പാർട്ടിയെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളും നിലപാട് മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയായി. സ്ത്രീ പ്രവേശനമാകാമെന്ന സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായ നിലപാട് പുതിയ സാഹചര്യത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും മാറ്റം വരുത്തുക. NSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് സർക്കാരിന്റെയും CPMന്റെയും വിലയിരുത്തൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ പ്രതികരണത്തോടുകൂടിയാണ് ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയാകുന്നത്. വേണമെങ്കിൽ അല്ലെങ്കിൽ വേണ്ടി വന്നാൽ ശബരിമല സ്ത്രീ പ്രവേശനം ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നേരത്തെ കൊടുത്ത സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാകുമെന്ന സൂചനയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കവേ PS പ്രശാന്ത് പറഞ്ഞത്. നേരത്തെ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചായിരുന്നു ദേവസ്വം ബോർഡ് നിലപാട്. സർക്കാരിനൊപ്പം ദേവസ്വം ബോർഡും സ്ത്രീ പ്രവേശനം തുല്യതയുടെ പ്രശ്നമാണ്, അത് എല്ലാ വിശ്വാസികൾക്കും നൽകേണ്ടതായ നിലപാടാണ് സുപ്രീം കോടതിയിൽ അവസാനവും നൽകിയ സത്യവാങ്മൂലത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് തിരുത്താൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുകയാണ്. നിയമോപദേശത്തിന് ശേഷം വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ആ തീരുമാനത്തിലേക്ക് പോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് തീരുമാനിച്ചു. ദേവസ്വം ബോർഡിന്റേത് ബോർഡിന്റെ മാത്രം ഒരു തീരുമാനമായി കാണാനാകില്ല. സർക്കാരിനും ഈ വിഷയത്തിൽ നേരത്തെയുള്ള കടുംപിടുത്തമില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കട്ടെ എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതിയ സാഹചര്യങ്ങളിൽ NSSുമായും SNDPയുമായൊക്കെ കൂടുതൽ അടുപ്പത്തിലേക്ക് വരികയാണ് സർക്കാരും CPMും. ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം സർക്കാർ അനുകൂല നിലപാടാണ് NSS സ്വീകരിച്ചത്. ഈ ശബരിമല വിഷയത്തിൽ നേരത്തെ CPM നിലപാട് തിരുത്തണമെന്ന് NSS ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഇപ്പോൾ സർക്കാർ വിശ്വാസപരമായ കാര്യമെടുക്കുന്ന നിലപാടുകളോട് വിശ്വാസമുണ്ടെന്നും NSS നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാരും ഒരുപക്ഷെ നിലപാട് തിരുത്തിയേക്കാം. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ കൊണ്ട് സത്യവാങ്മൂലം മാറ്റി നൽകുകയും വിശ്വാസപരമായ കാര്യങ്ങൾ സർക്കാർ ഇടപെടുന്നില്ല നിലപാട് സ്വീകരിക്കാനുമാകും സർക്കാർ നീക്കം. ഇത് നേരിട്ടിപ്പോൾ ഈ കാര്യം അംഗീകരിക്കാൻ സർക്കാർ കേന്ദ്രങ്ങൾ തയ്യാറായിട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രതികരിക്കുമ്പോഴും അത്തരം കാര്യങ്ങളിലേക്ക് ആലോചനകൾ പോയിട്ടില്ലെന്നാണ് പറഞ്ഞത്. മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന്. അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. വിശ്വാസികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. പക്ഷേ NSSുമായി കൂടുതൽ എടുക്കാനുള്ള സാഹചര്യം CPM ഉപയോഗിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ആ അടുപ്പം കൂടുതൽ ഗുണം ചെയ്യുന്നതിനാണ് പ്രതീക്ഷ. ഏറ്റവും ശക്തമായ വോട്ട് ബേസ് CPMനുള്ളത് ഹൈന്ദവ വോട്ടുകളാണ്. അതിൽ നിന്നാണ് വലിയ ചോർച്ച ശബരിമല 2018 ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിന് ശേഷം ഉണ്ടായത്. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് വോട്ടുകൾ CPM വോട്ടുകൾ വലിയ രീതിയിൽ കോൺഗ്രസിലേക്കും BJPയിലേക്കും പോയി. വലിയ തിരിച്ചടി സംസ്ഥാനത്ത് CPMനും ഇടത് മുന്നണിക്കും ഉണ്ടായി. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ചെറിയ മാറ്റം വന്നുവെങ്കിലും ഈ ഹൈന്ദവ വോട്ട് ബേസ്
കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ള ശ്രമത്തിലാണ് CPM. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശബരിമല സ്ത്രീ പ്രവേശന നിലപാടിൽ സർക്കാർ മാറ്റം വരുത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമായി കഴിഞ്ഞു. അതിൽ മാറ്റം വരുത്താൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് CPM-ന് ഇരട്ടത്താപ്പ് ഇല്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ശബരിമലയിൽ CPM-ന് എല്ലാ കാലത്തും ഒരു നിലപാടാണ്. CPM വിശ്വാസികൾക്ക് എതിരെന്ന് പ്രചരിപ്പിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്നും LDF കൺവീനർ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന വിഷയം അടഞ്ഞ അധ്യായമല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അത്തരത്തിൽ പറഞ്ഞൊഴിയുന്ന CPM നേതൃത്വം അയ്യപ്പ ഭക്തരെ വീണ്ടും അപമാനിക്കുകയാണ്. ഭക്തരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പമ്പയിലെ സമ്മേളനത്തിന് മുൻപ് ശബരിമലയിലെ ആചാരങ്ങൾക്കെതിരായി സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ CPM-ന്റെ ദുഷ്ടലാക്കെന്ന് MT രമേശ്. ഇതിനു പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. CPM-ന് നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണെന്നും MT രമേശ് പറഞ്ഞു. എന്താണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ പെട്ടെന്ന് അയ്യപ്പനോട് സ്നേഹം തോന്നിയിട്ടുള്ളത്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരോക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിലരുടെ സാമ്പത്തിക സ്വാർത്ഥത വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും അത്തരം വെല്ലുവിളികളെ അതിജീവിക്കുമെന്നും മോദി പറഞ്ഞു. ഇന്ത്യ-US വ്യാപാര ബന്ധം ഏകപക്ഷീയമായ ദുരന്തമാണെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു മോദിയുടെ വിമർശനം. ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നുവെന്നും ഇന്ത്യയുമായി ചേർന്ന് ഭാവി പടുത്തുയർത്താൻ ലോകം തയ്യാറാണെന്നും മോദി വ്യക്തമാക്കി. പുതിയ സൗഹൃദത്തിന് തുടക്കം കുറിച്ച് അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയും ചൈനയും റഷ്യയും അടങ്ങുന്ന ത്രികക്ഷി സഖ്യത്തിന് കളമൊരുങ്ങുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തെ മറികടക്കാൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ ത്രികക്ഷി സഖ്യത്തിലുണ്ടാകും. അതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇന്ത്യൻ വാണിജ്യ ബന്ധം ഏകപക്ഷീയമെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തെ മറികടക്കാൻ ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ വാതിലുകൾ തുറക്കുകയാണ് ഇന്ത്യ. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ അമേരിക്കയ്ക്കെതിരായ വിലപേശലിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു. നിർജീവ അവസ്ഥയിലായിരുന്ന ഷാങ്ഹായ് സഹകരണ രാജ്യങ്ങളുടെ കൂട്ടായ്മ പൊതുശത്രുവിനെതിരെ ഒന്നിക്കുകയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുകയാണ് പുതിയ അച്ചുതണ്ടിന്റെ ലക്ഷ്യം. ലോകത്ത് ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന റഷ്യയും അഫ്ഗാനിസ്ഥാനും SCOയിലെ അംഗരാജ്യങ്ങളായ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും സഹായകരമായ രീതിയിൽ ഇന്ധനം നൽകുകയാണെങ്കിൽ തെക്കനേഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കും. വിമാനങ്ങളും യുദ്ധസാമഗ്രികളും എണ്ണയും തങ്ങൾ നൽകുമെന്ന അമേരിക്കൻ താൽപര്യങ്ങളെ വേരോടെ പിഴുതെറിയുകയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം. ഡിസംബറിൽ ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടി ഇന്ത്യ സന്ദർശിക്കുന്നതോടെ ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ വർദ്ധിക്കും. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ പിന്നോട്ടില്ല എന്ന ഇന്ത്യയുടെ നിലപാടിന് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ലഭിക്കുന്നതോടെ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ ത്രികക്ഷി സഖ്യത്തിൽ ഇന്ത്യ നിർണായക ശക്തിയായി മാറും. അതിനിടെ ഇന്ത്യയുമായുള്ള വ്യാപാരം ഏകപക്ഷീയ ദുരന്തമാണെന്ന പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ എടുത്തു കളയാം എന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതാണെന്നും എന്നാൽ സമയം ഏറെ വൈകിയെന്നും ട്രംപ് അവകാശവാദമുന്നയിച്ചു. എന്നാൽ ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. ഉച്ചകോടിയുടെ വേദിയിൽ നിന്ന് ഒരേ കാറിൽ നരേന്ദ്രമോദിയോടൊപ്പം പുടിനും മടങ്ങിയത് സൂചിപ്പിക്കുന്നതും ട്രംപിന്റെ ഭീഷണി കണക്കിലെടുക്കുന്നില്ലെന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അമ്മയ്ക്കെതിരായ അസഭ്യ മുദ്രാവാക്യത്തിൽ വൈകാരികമായി പ്രതികരിച്ചും നരേന്ദ്രമോദി. മരിച്ചുപോയ തന്റെ അമ്മയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചുവെന്നും എല്ലാ അമ്മമാരെയുമാണ് കോൺഗ്രസും RJDയും അപമാനിച്ചതെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. हर मां चाहती है कि बेटा बड़ा हो, मां के लिए कुछ न कुछ करता रहे, लेकिन मेरी मां ने खुद के लिए नहीं, आप जैसी करोड़ों माताओं की मैं सेवा कर सकूं इसलिए खुद से अलग करके मुझे जाने की इजाजत दी. अब मेरी मां का शरीर तो इस दुनिया में नहीं है. मेरी उस मां को जिसका राजनीति से कोई लेना देना नहीं, जिसका शरीर भी अब नहीं है, मेरी उस मां को RJD कांग्रेस के मंच से भद्दी भद्दी गालियां दी गई. വംശീയ കലാപം ആളിക്കത്തിയ മണിപ്പൂരിൽ 2 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയേക്കും. ഈ മാസം 13-ന് മോദി മണിപ്പൂർ സന്ദർശിക്കുമെന്നാണ് വിവരം.
വംശീയ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം മോദി മണിപ്പൂർ സന്ദർശിക്കാത്തതേറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. പ്രധാനമന്ത്രി കലാപ മേഖല സന്ദർശിക്കണമെന്നും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണമെന്നും അടക്കം നിരവധി കോണുകളിൽ നിന്ന് നിരന്തരം ആവശ്യമുയർന്നെങ്കിലും അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ മോദി തയ്യാറായിരുന്നില്ല. പാർലമെന്റിൽ പോലും മോദി മണിപ്പൂർ എന്ന പദം പോലും പറയാത്തതിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു. എന്നാൽ മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്ന് ഇംഫാലിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. കനത്ത മഴയിൽ വലഞ്ഞ ഉത്തരേന്ത്യ. പഞ്ചാബിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 29 കടന്നു. സംസ്ഥാനത്തെ 10 ജില്ലകളെയാണ് പ്രളയം ബാധിച്ചത്. പല പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ഡൽഹിയിൽ യമുന നദി കരകവിഞ്ഞു. ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ യമുനയുടെ കരകളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ഗുരുഗ്രാമിൽ 7 കിലോമീറ്റർ ദൂരത്തിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. ഇതോടെ ഡൽഹി ജയ്പൂർ ഹൈവേയിൽ 3 മണിക്കൂറിലധികമാണ് യാത്രക്കാർ കുടുങ്ങിക്കിടന്നത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. ഷർജീൽ ഇമാം, ഉമർ ഖാലിദ്, അത്തർ ഖാൻ, അബ്ദുൽ ഖാലിദ് സൈഫി, ഗൾഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷദാബ് അഹമ്മദ് എന്നിവർക്കാണ് ജാമ്യം നിഷേധിച്ചത്. 2020 ഫെബ്രുവരി 23 വടക്ക് കിഴക്കൻ ഡൽഹിയിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. പൌരത്വ നിയമ ഭേദഗതിയെ ചൊല്ലിയായിരുന്നു സംഘർഷത്തിൽ 53 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. JNU മുൻ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ UPA പ്രകാരമാണ് കേസെടുത്തത്. വിചാരണ കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. തെലങ്കാനയിലെ BRS നേതാവ് K. കവിതയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടി വിരുദ്ധ പ്രസ്താവനകളുടെ പേരിലാണ് നടപടി. കലേശ്വരം പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ഹരീഷ് റാവു, സന്തോഷ് റാവു അടക്കം BRSലെ സീനിയർ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് കവിത ആരോപിച്ചിരുന്നു. പാർട്ടി അധ്യക്ഷൻ K. ചന്ദ്രശേഖർ റാവുവാണ് മകളെ സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. തിരുവനന്തപുരം കുറ്റിച്ചലയിൽ മകന്റെ മർദ്ദനമേറ്റ അച്ഛൻ മരിച്ചു. വഞ്ചിക്കുഴിയിൽ സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. മകൻ നിഷാദ് പോലീസ് കസ്റ്റഡിയിലാണ്. മദ്യലഹരിയിലാണ് ആക്രമണം. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. മദ്യപിച്ച് വീട്ടിലെത്തിയ മകന്റെ മർദ്ദനമേറ്റതിന് പിന്നാലെയാണ് രവീന്ദ്രന്റെ മരണം. പ്രതി നിഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴുതക്കാട് സ്വകാര്യ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് നിഷാദ്. ഇന്നലെ നിഷാദ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓണാഘോഷം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇരുവരും തർക്കത്തിലേർപ്പെട്ടു. ഇതിനിടെ രവീന്ദ്രനെ നിഷാദ് പിടിച്ചുതള്ളി. നിലത്ത് വീണ രവീന്ദ്രനെ നിഷാദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു രവീന്ദ്രൻ. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട തിരുവല്ലയിൽ AG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം വഴി യാത്രക്കാരനെ ഇടിച്ചിട്ട സംഭവത്തിൽ വിചിത്ര നടപടിയുമായി തിരുവല്ല പോലീസ്. അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റയാളെ പ്രതിയാക്കി തിരുവല്ല പോലീസ് കേസെടുത്തു. ഓഗസ്റ്റ് 30 രാത്രിയായിരുന്നു അപകടം. AGക്കായി പോലീസ് ഒത്തുകളിച്ചെന്നാണ് ആക്ഷേപം. ഓഗസ്റ്റ് 30 രാത്രിയാണ് തിരുവല്ല കുറ്റൂരിൽ വെച്ച് AG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം ഇതര സംസ്ഥാന തൊഴിലാളിയായ വഴിയാത്രക്കാരനെ ഇടിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ തിരുവല്ല പോലീസ് പരിക്കേറ്റ അതിഥി തൊഴിലാളിയുടെ പേരിൽ കേസെടുക്കുകയായിരുന്നു. മോട്ടോർ വാഹന നിയമപ്രകാരമാണ് കേസെടുത്തത്. വാഹനമോടിച്ച ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നാണ് പോലീസിൻ്റെ വാദം. AGക്കായി പോലീസ് ഒത്തുകളിച്ചെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാഹനം ജില്ലയിൽ അപകടത്തിൽപ്പെട്ടിട്ടും ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കാതെ തിരുവല്ല പോലീസ് വിചിത്രമായ രീതിയിൽ കേസെടുത്തതിൽ പത്തനംതിട്ട SP R. ആനന്ദ് കടുത്ത അതൃപ്തിയിലാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു. ന്യൂസ് 18 പത്തനംതിട്ട. പരീക്ഷാ ഹാളിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥിനികൾ നൽകിയ കേസിൽ അധ്യാപകനെ കോടതി കുറ്റവിമുക്തനാക്കി. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗ മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് കുറ്റക്കാരനല്ല എന്ന് കണ്ട് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണിതെന്നാണ് കോടതി നിരീക്ഷണം. ചെയ്യാത്ത കുറ്റത്തിന് പതിറ്റാണ്ടിലേറെ അനുഭവിച്ച വേദനയെക്കുറിച്ചാണ് ആനന്ദ് വിശ്വനാഥിന് പറയാനുള്ളത്. ഒടുവിൽ നീതിദേവത കനിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഇന്നീ അധ്യാപകൻ. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ 2014 ഓഗസ്റ്റിൽ നടന്ന MA ഇക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷാ ഹാളിൽ
കോപ്പിയടി പിടിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ പീഡന പരാതി നൽകിയത്. 2 സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുകയും അവർ എൻക്വയറി നടത്തുകയും ആ എൻക്വയറി റിപ്പോർട്ടിനകത്ത് നിഗൂഢമായ രീതിയിൽ, അതായത് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുള്ള ലാപ്സസും എക്സാം ഇൻവിജിലേറ്ററൊക്കെ ആളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയും ഇതെല്ലാം കൂടി കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ട് 2 കുട്ടികളെ ഡീബാർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഭരണം വരുമ്പോഴേക്കും ഈ എൻക്വയറി റിപ്പോർട്ട് തന്നെ അട്ടിമറിക്കുക ചെയ്തവർ, അതായത് ഇവരുടെ ഇടതുപക്ഷ അനുകൂല സംഘടനകൾ ചേർന്നിട്ട്. പരീക്ഷ ഇൻവിജിലേറ്ററായിരുന്ന ആൾ കോപ്പിയടിച്ച വിവരം സർവകലാശാലയെ അറിയിച്ചിരുന്നില്ല. ഇതും ആനന്ദ് വിശ്വനാഥിന് തിരിച്ചടിയായി. SFI അനുഭാവികളായ വിദ്യാർത്ഥിനികൾ പരാതി തയ്യാറാക്കിയത് മൂന്നാറിലെ CPM പാർട്ടി ഓഫീസിൽ വെച്ചാണെന്നാണ് സർവകലാശാല അന്വേഷണ കമ്മീഷൻ പിന്നീട് കണ്ടെത്തിയത്. പെൺകുട്ടികൾ തന്നെ ഇക്കാര്യം കമ്മീഷനോട് തുറന്നു പറഞ്ഞു. ഇവർ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച് ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെയും ഇവിടെ റിപ്പോർട്ട് ചെയ്തു ഞാൻ കുറ്റക്കാരനാക്കപ്പെടുകയും ചെയ്തു. പക്ഷെ അതായിരുന്നില്ല. പ്രൊഫസർ പരീക്ഷാ ഹാളിൽ വെച്ച് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും കോപ്പിയടി കേസിൽ കുടുക്കുമെന്നും ഇന്റേണൽ മാർക്ക് നൽകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതിയിലുണ്ടായിരുന്നത്. ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അധ്യാപകനെതിരെ 4 കേസുകളാണ് മൂന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്തത്. ലൈംഗിക പീഡന കുറ്റം ആരോപിച്ച് ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിൽ 4 കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ 2 കേസിൽ ആനന്ദ് വിശ്വനാഥിനെ വെറുതെ വിട്ടു. എന്നാൽ മറ്റു 2 കേസിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 3 വർഷം തടവും 5000 രൂപ പിഴയും ചുമത്തി. ഇതിനെതിരെ ആനന്ദ് വിശ്വനാഥൻ 2021 തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. ഇത് പരിഗണിച്ച കോടതി കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് നിരീക്ഷിക്കുകയായിരുന്നു. പോലീസിനെതിരെയും വിമർശനമുണ്ടായി. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ആൺ സുഹൃത്തിന്റെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. കണ്ണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായ ബഷീറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. യുവാവിന് പെൺകുട്ടി അയച്ച സന്ദേശം പോലീസ് കണ്ടെടുത്തു. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി താനായിരിക്കുമെന്നാണ് ആയിഷ റഷ്യയുടെ സന്ദേശം. എരഞ്ഞിപ്പാലത്ത് വാടക വീട്ടിലാണ് അത്തോളി സ്വദേശിനിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്തായ ബഷീറുദ്ദീൻ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുമായിരുന്നു. പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് ബഷീറുദ്ദീനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായ ഐഷ ഒരാഴ്ച മുമ്പാണ് കോഴിക്കോട് എത്തിയത്. കോഴിക്കോട് എത്തിയെങ്കിലും കിലോമീറ്ററുകൾ അടുത്തുള്ള അത്തോളിയിലെ സ്വന്തം വീട്ടിലേക്ക് പോയില്ല. ഈ സുഹൃത്തിനൊപ്പം തങ്ങുകയാണ് ചെയ്തത്. ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഈ വാക്കുതർക്കത്തിന് ഒടുവിലാണ് യുവതി ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി താൻ വീടിന് പുറത്തേക്ക് പോകുന്നുവെന്ന് ബഷീറുദ്ദീൻ അറിയിച്ചു. ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. താൻ മരിക്കുന്നതിന് ഉത്തരവാദി ബഷീറുദ്ദീൻ ആണെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാ മെസ്സേജ് ഈ ബഷീറുദ്ദീന്റെ ഫോണിലേക്ക് അയച്ച മെസ്സേജ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്യും എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കുടുംബവും ഈ യുവതിയുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന വാദവുമായി മുന്നോട്ട് വന്നിരുന്നു. യുവതിയെ നിരന്തരമായി ഇയാൾ മർദ്ദിച്ചിരുന്നു. ഒപ്പം 2 വർഷത്തോളമായി അടുപ്പം കാണിക്കുകയും നഗ്ന ചിത്രങ്ങളും മറ്റുമൊക്കെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ചിത്രങ്ങൾ കാട്ടി ഈ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ ഇതൊരു കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയാണ് എന്ന കൃത്യമായ നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാളുമായുള്ള തർക്കങ്ങളും ഇയാളുമായുള്ള പ്രശ്നങ്ങളുമാവാം ഒരുപക്ഷെ ഈ ആത്മഹത്യയിലേക്ക് യുവതിയെ നയിച്ചതിന് കാരണം എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നത്. നേരത്തെ ഈ കുടുംബം വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ കൂട്ടുകാരികളോട് ഐഷ ഈ ബഷീറുദ്ദീൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നും മറ്റും വെളിപ്പെടുത്തിയതായി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഐഷയുടെ കൂട്ടുകാരികളുടെ മൊഴിയെടുക്കുന്നതിനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. ഐഷയുടെ മൊബൈൽ ഫോൺ കണ്ടുകിട്ടിയിരുന്നു. ഒരു ടാബ് അൺലോക്ക് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് നീങ്ങുന്നുണ്ട്. എന്തായാലും സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാനത്തിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. ബിന്ദു പത്മനാഭന്റെ സ്ഥലം സ്വന്തമാക്കിയ സതീശന്റെ വീട്ടിലും ഹോട്ടലിലും റെയ്ഡ് നടത്തിയ സംഘം ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. സതീശന്റെ സഹോദരന്റെ മരണത്തിലും അന്വേഷണ സംഘത്തിന് സംശയങ്ങളുണ്ട്. സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട് സതീശൻ ന്യൂസ് 18 നൽകിയ പ്രതികരണം ദുരൂഹത നിറഞ്ഞതായിരുന്നു. പിന്നാലെയാണ് അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചത്. ന്യൂസ് 18 ഇംപാക്ട്.
ബിന്ദു പത്മനാഭൻ ഐഷ തിരോധാന കേസുകൾ അന്വേഷിക്കുന്ന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെയും ഒപ്പം തന്നെ ചേർത്തല പോലീസിന്റെയും അന്വേഷണ സംഘമാണ് ഇന്നലെ സതീശനിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. സതീശന്റെ പള്ളിപ്പുറത്തെ ലോഡ്ജ് അന്വേഷണ സംഘം റെയ്ഡ് ചെയ്തു. ഒപ്പം തന്നെ അയാളുടെ വീട്ടിലും പരിശോധന നടത്തി എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ബിന്ദു പത്മനാഭന്റെ ഭൂമി വാങ്ങിയ ആളാണ്, അതായത് കോടതി മുഖാന്തരം എക്സ്പാർട്ടി വിധിയിലൂടെ കൈക്കലാക്കിയ ആളാണ് സതീശൻ എന്നുള്ളതാണ്. സതീശൻ നിർണായകമായ വെളിപ്പെടുത്തൽ ന്യൂസ് എയ്റ്റിലൂടെ നടത്തിയിരുന്നു. അതായത് 2005 ശേഷം ബിന്ദു പത്മനാഭൻ ജീവനോടെ ഇല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ 2006 ബിന്ദു പത്മനാഭൻ തന്റെ മുന്നിലേക്ക് സെബാസ്റ്റ്യനുമായി ഭൂമി വിൽക്കുന്നതിനുള്ള ഇടപാടുകൾക്കായി എത്തി എന്നുള്ള നിർണായകമായ വിവരമാണ് ഇയാൾ നമ്മളോട് പങ്കുവച്ചത്. മാത്രമല്ല അതിനുശേഷം, അതായത് പിറ്റേ ദിവസം അമ്പലപ്പുഴയിലെ ഭൂമി കാണാൻ പോകുന്ന ഘട്ടത്തിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ബിന്ദു പത്മനാഭൻ ഉണ്ടായിരുന്നു എന്നും അന്ന് അവർ ഒരുമിച്ചാണ് അവിടെ താമസിച്ചിരുന്നത് എന്നുള്ളതും സതീശൻ വ്യക്തമാക്കിയിരുന്നു. പ്രോപ്പർട്ടി കാണാൻ വന്നപ്പോഴും ബിന്ദു ഇല്ല അല്ലേ? ബന്ധു വീട്ടിലിരുന്നു, സെബാസ്റ്റിന്റെ വീട്ടിലിരുന്നു. ഞങ്ങൾ കണ്ട്. അന്നാ ഇതുപോലെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. അന്നല്ല, ബിന്ദു വീട്ടിലുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞതാണോ അതോ ചേട്ടൻ കണ്ടു? എന്റെ അടുത്ത് വന്നിട്ടല്ലേ അങ്ങോട്ട് പോയത്. സെബാസ്റ്റിന്റെ വീട്ടിലിരിക്കുമ്പോൾ സെബാസ്റ്റിന്റെ ഭാര്യ ഉണ്ടോ? അന്ന് സെബാസ്റ്റ്യൻ കല്യാണം കഴിച്ചിട്ടില്ല. അതായത് പിറ്റേ ദിവസം രാവിലെ സെബാസ്റ്റ്യൻ കാറുമായിട്ട് വന്നിട്ടാണ് അങ്ങോട്ട് അമ്പലപ്പുഴ പോകണം. അന്നിടത്തേക്ക് സെബാസ്റ്റിന്റെ വീട്ടിൽ താമസിച്ചിരുന്നു. നിങ്ങൾ പ്രോപ്പർട്ടി കാണാൻ പോകുന്നതിന് തലേന്ന് ഇന്ന് വൈകുന്നേരം വന്നു. രാത്രി ആളുകൾക്കില്ല. പിറ്റേ ദിവസം വെളുപ്പിനെ പോയി വന്നു, അഗ്രിമെന്റ് എഴുതിച്ചു, ഒന്നും തന്നെ കാശ് കൊടുത്തു. എന്നാൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം എക്സ്പാർട്ടി വിധിയിലൂടെയാണ് ബിന്ദു പത്മനാഭന്റെ ഭൂമി, അമ്പലപ്പുഴയിലെ ഭൂമി സതീശൻ സ്വന്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഭൂമി ഈ കേസ് വാദിച്ച അഭിഭാഷകന് തന്നെ വിറ്റു എന്നുള്ള കാര്യവും അയാൾ വ്യക്തമാക്കുന്നുണ്ട്. ബിന്ദു എഗ്രിമെന്റ് ഒപ്പിട്ടതിന് ശേഷം പിന്നീട് ഈ ഭൂമി തനിക്ക് എഴുതി നൽകുന്നതിനായി എത്തിയിരുന്നില്ല. 6 മാസം, അതായത് എഗ്രിമെന്റ് കാലാവധി പൂർത്തിയായ 6ാമത്തെ മാസം താൻ കേസ് കൊടുത്തു എന്നുള്ളതാണ് സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് ബിന്ദു ഒരിക്കൽ തന്നെ വിളിച്ചിരുന്നു. അത് വിളിച്ചത് ഒരു ഇന്റർനെറ്റ് കോളിലാണ് എന്നുള്ള അടക്കമുള്ള സംശയാസ്പദമായ വിവരങ്ങളും ഇയാൾ പങ്കുവച്ചു. XX എന്നൊക്കെ പറയുന്ന ഒരു നമ്പറിൽ നിന്നാണ് തന്നെ വിളിച്ചിരുന്നത്. ആ നമ്പർ തനിക്കറിയില്ല, അതൊരു ഇന്റർനെറ്റ് കോൾ ആണെന്നാണ് താൻ കരുതുന്ന അടക്കമുള്ള കാര്യങ്ങൾ അയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങൾ പല പൊരുത്തക്കേടുകളും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഭൂമി അഭിഭാഷകന് തന്നെ, ഈ കേസ് എക്സ്പാർട്ടി വിധിയിലൂടെ ഭൂമി സ്വന്തമാക്കിയ ശേഷം അഭിഭാഷകന് തന്നെ വിറ്റു എന്നും സതീശൻ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ആധാരമില്ലേ നിങ്ങളുടെ? അതൊക്കെ കോടതി കമ്മിറ്റ് ചെയ്തില്ലേ? അതിന് പിന്നെ കിട്ടിയില്ലേ? ഇല്ല. ഇപ്പൊ കേസുണ്ടോ അതിനകത്ത്? അത് ഞാൻ വിൽക്കുകയും ചെയ്തു. സ്ഥലം വിറ്റോ? പിന്നെ ഇല്ലേ. ആർക്ക് വിറ്റു? വക്കീലിന് തന്നെ വിളിച്ചു. കേസ് നടത്തി വക്കീലിനെ വിറ്റു. എനിക്കറിയാം ഇതിന്റെ പുറമെ ഇങ്ങനെയുള്ള ചോദ്യം വരില്ലേ. അത് രാമകൃഷ്ണ വക്കീലിന്റെ പേര് മേടിച്ചു. അങ്ങനെ അനിയനുണ്ടല്ലോ, ആ പുള്ളിയുടെ പേര് മേടിച്ചു. അതിനെ കുറിച്ച് അറിയുമോ? ആ സതീശന്റെ കേസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം, തീർച്ചയായും പറഞ്ഞു. വക്കീലിനെ മേടിച്ചു പ്രോപ്പർട്ടി. ഞാൻ മനഃപൂർവ്വം കൊടുത്തോ? ലാഭം കിട്ടിയ? ലാഭം കിട്ടിയായിരുന്നു. ബിന്ദു പത്മനാഭൻ ഐഷ തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ തിരോധാന കേസിൽ എന്തെങ്കിലും പെൺവാണിഭ സംഘങ്ങൾക്കടക്കം ബന്ധമുണ്ടോ എന്ന ഉൾപ്പെടെയുള്ള സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ മോൺസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട മോൺസൺ മാവുങ്കലിന് തന്റെ ലോഡ്ജ് നൽകിയ ആളാണ് സതീശൻ. ഒപ്പം തന്നെ സതീശനുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹമായ കാര്യങ്ങളുമൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിനോടൊപ്പം സതീശന്റെ സഹോദരന്റെ മരണം, അതായത് ജയദേവൻ എന്ന സതീശന്റെ സഹോദരന്റെ മരണത്തിൽ ഏറ്റവും അധികം സംശയിക്കുന്ന ആത്മഹത്യ പറയുമ്പോൾ പോലും സംശയിക്കപ്പെടുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ. കാരണം സതീശന്റെ സഹോദരൻ മരണപ്പെടുന്ന സമയത്ത് അയാളുടെ കോടികളുടെ തുക അയാളിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ മരണപ്പെടുന്ന ദിവസത്തിന്റെ തലേ ദിവസം ഈ ജയദേവനും ഒപ്പം സെബാസ്റ്റ്യനും ഒരുമിച്ചിരുന്ന ചേർത്തലയിലെ ബാറിൽ മദ്യപിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് റെയിൽവേ ട്രാക്കിൽ ഇയാളെ, ഈ ജയദേവനെ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അതിനുശേഷവും ഇവരൊക്കെ തമ്മിൽ, സതീശനും ഒപ്പം തന്നെ സെബാസ്റ്റ്യനും ഒക്കെ തമ്മിൽ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടുള്ളത്. ഒപ്പം തന്നെ അത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ബന്ധം മുന്നോട്ട് പോയതെന്നും ഈ റിയൽ എസ്റ്റേറ്റ് പെൺവാണിഭ മാഫിയകൾക്ക് ഇതിനകത്ത് ഈ തിരോധാനങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഒരു തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ സംഘം ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും, കസ്റ്റഡിയിലല്ല അയാളെ ചോദ്യം ചെയ്യുന്നതിനായി അയാളെ വിളിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊച്ചിയിലെ 26 കോടിയുടെ സൈബർ തട്ടിപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കും. തട്ടിപ്പ് നടത്തിയ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാലിഫോർണിയയിലെന്നാണ് കണ്ടെത്തൽ. പല ഘട്ടങ്ങളിലായി തട്ടിയെടുത്ത തുക രാജ്യത്തെ ഒരു ബാങ്കിന്റെ വിവിധ അക്കൗണ്ടുകളിലായാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കൊച്ചിയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയാണ് തട്ടിപ്പിന് ഇരയായത്.
കൊച്ചിയിൽ നടന്ന 25 കോടി രൂപയുടെ ഓൺലൈൻ സൈബർ തട്ടിപ്പ് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ സംഘം, ഈ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതും ഈ സംഘം നിലനിൽക്കുന്നതും കാലിഫോർണിയ കേന്ദ്രീകരിച്ചാണെന്നും ഇതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഭാഗമാണെന്നും അന്വേഷണ സംഘം ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലതവണയായി വിശ്വാസ്യത ആർജിച്ച ശേഷം കൊച്ചി സ്വദേശിയിൽ നിന്നാണ് 25 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഇവർ ഏതാണ്ട് 1.5 കോടിയോളം രൂപ ഇയാൾക്ക് ഇതിൻ്റെ ഒരു ലാഭവിഹിതമായി നൽകി വിശ്വാസ്യത ആർജിച്ചതിനു ശേഷമാണ് പിന്നീട് പല ഘട്ടങ്ങളിലായി ഇയാളിൽ നിന്ന് പണം സ്വീകരിക്കുകയും ചെയ്തത്. ഇങ്ങനെ തട്ടിയെടുത്ത പണം ഇന്ത്യയിലെ രാജ്യത്ത് തന്നെ വിവിധ ബാങ്കുകളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരം കൂടി അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ അക്കൗണ്ടുകളും നിലവിൽ നിരീക്ഷണത്തിലാണ്. ഇത് ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഇതുമായി കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ്. വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകൾ വഴി വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും കൊച്ചിയിൽ ഇതാദ്യമായിട്ടാണ്, കേരളത്തിൽ ഇതാദ്യമായാണ് ഈ രീതിയിലുള്ള വലിയ തട്ടിപ്പ് പുറത്ത് വരികയും ചെയ്യുന്നത്. പലരിൽ നിന്ന് സ്വീകരിച്ച പണമാണ് ഇങ്ങനെ ഇത് ട്രേഡിംഗ് സൈറ്റുകളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നതാണ് ഈ പരാതിക്കാരനായ നിമോഷ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിൽ ഈ രീതിയിൽ ഇയാൾ നാളുകളായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ലഭിച്ച പണമാണ് ഈ രീതിയിൽ നിക്ഷേപിച്ചതെന്നും ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ സംഘത്തെക്കുറിച്ചും ഇവരുടെ ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ രീതിയിൽ അന്വേഷിച്ചു വരികയാണ്. സൈബർ പോലീസിംഗ് രംഗത്ത് ഈ രീതിയിലുള്ള അന്വേഷണം നടത്തി വിദഗ്ധരായവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടീമാണ് ഇപ്പോൾ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. സാധാരണഗതിയിൽ വിദേശത്തു നിന്ന് നിയന്ത്രിച്ചാണെങ്കിൽ കൂടിയും ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് പല സംഘങ്ങളും ഇവരുടെ എല്ലാം തന്നെ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഭാഗമാകാറുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന പല സംഘങ്ങളെക്കുറിച്ചും അന്വേഷിച്ച് വരികയാണ്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വരുന്നതോടുകൂടി കൂടുതൽ പേരും പരാതികളുമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ചതിൽ വിശദീകരണവുമായി CPM. മറുനാടൻ മലയാളി വ്യാജ വാർത്ത നൽകി അപമാനിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനാണ് ഷാജനെ മർദ്ദിച്ചതെന്നാണ് വാദം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശരത്താണ് സമൂഹമാധ്യമം വഴി വിശദീകരണവുമായി എത്തിയത്. CPMന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൊട്ടേഷനാണ് മർദ്ദനമെന്ന മറുനാടന്റെ വാദം ശരത്ത് തള്ളുന്നു. അടിച്ചത് ശരിയോ തെറ്റോ എന്ന് നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ എന്നും ശരത്തിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേസമയം കേസിൽ 4 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ബാംഗ്ലൂർ മയക്കുമരുന്നിന്റെ നഗരമെന്ന് വിശേഷിപ്പിച്ചതിൽ മാപ്പ് പറഞ്ഞ് ദുൽഖറിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണ കമ്പനി വേഫറർ ഫിലിംസ്. പരാമർശത്തിന്റെ പേരിൽ സിനിമയ്ക്കെതിരെ കർണാടകത്തിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ബാംഗ്ലൂരിൽ ജീവിക്കുന്ന സ്ത്രീകളെയും മോശമായി പരാമർശിച്ചെന്ന ആക്ഷേപവും ചിത്രം നേരിടുന്നുണ്ട്. കൊല്ലം കടയ്ക്കൽ കാറ്റാടിമൂടിൽ പാഴ്സൽ വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കാറ്റാടിമൂട് സ്വദേശി വിജയനാണ് മരിച്ചത്. അയമയുടെ പാഴ്സൽ വാഹനം ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ വിജയനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മലപ്പുറം എടവണ്ണയിൽ വാഹനാപകടത്തിൽ 1 മരണം. ബൈക്ക് യാത്രക്കാരനായ എടവണ്ണ ആര്യന്തൊടി സ്വദേശി ഹനീൻ അഷ്റഫാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. മുൻപിലുണ്ടായിരുന്ന വാഹനം ബ്രേക്ക് ചെയ്തതോടെ സ്കൂട്ടറിന് പിറകിലിരുന്ന ഹനീൻ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഈ സമയം എതിർദിശയിൽ നിന്നും വന്ന ടിപ്പർ ലോറിക്ക് അടിയിൽപ്പെടുകയും ചെയ്തു. ഒപ്പം ഉണ്ടായിരുന്നയാൾക്കും പരിക്കേറ്റു. പാലക്കാട് മണ്ണാർക്കാട് ബസ്സിൽ നിന്ന് കനത്ത പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാർ പരിഭ്രാന്തരായി. കോട്ടപ്പാടം വേങ്ങയിൽ SS ബ്രദേഴ്സ് എന്ന സ്വകാര്യ ബസിന്റെ പുകക്കുഴലിന്റെ ഭാഗത്തു നിന്നാണ് പുക ഉയർന്നത്. യാത്രക്കാരും ജീവനക്കാരും ഇറങ്ങിയോടി. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. മലപ്പുറം തിരൂരിൽ സ്കൂളിൽ കുട്ടികൾ RSS ഗണഗീതം പാടിയതിൽ പ്രതിഷേധം രൂക്ഷം. തിരൂർ ആലത്തിയൂർ KHMS സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ SDPI മാർച്ച് നടത്തി. അബദ്ധം പറ്റിയതാണെന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. ഡിവൈഎഫ്ഐ തവനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത്. സ്കൂൾ പ്രിൻസിപ്പാളെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു. ഒരു എയ്ഡഡ് സ്കൂളിൽ RSS ഗണഗീതം പാടാൻ അവസരമുണ്ടായത് എങ്ങനെയാണെന്നാണ് വിമർശനം. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി വേണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ SDPIയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന പരിപാടിയിലാണ് കുട്ടികൾ RSS ഗണഗീതം ആലപിച്ചത്. സംഭവത്തിന്റെ വീഡിയോ പുറത്തുവന്നതോടെയാണ് വലിയ രാഷ്ട്രീയ പ്രതിഷേധം ഉയർന്നത്. കുട്ടികൾ തന്നെ തയ്യാറാക്കിയ പരിപാടികൾ നടത്തുകയായിരുന്നുവെന്നും അവർ ആലപിച്ചത് ഗണഗീതമാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുമാണ്
സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 തിരൂർ. മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാനത്ത് CH മുഹമ്മദ് കോയയുടെ പേരിലെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി MK മുന്നണി. സ്മാരകങ്ങളെക്കാൾ പിതാവിനിഷ്ടം ജനഹൃദയങ്ങളിൽ ജീവിക്കാനായിരുന്നു. ജനഹൃദയങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ കുടിയിറക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാനത്ത് പിതാവിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പേരിടണമെന്ന് തനിക്ക് പറയാനാവില്ല. തനിക്ക് പരാതിയില്ലെന്നും പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും MK മുന്നീർ പറഞ്ഞു. CPMന്റെ ഭാഗമായിരിക്കുമ്പോഴും ജയിലിൽ തന്റെ പിതാവിനെ ഓർത്തതിൽ സന്തോഷമെന്നും മുന്നീർ കൂട്ടിച്ചേർത്തു. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മുസ്ലിം ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ കോർപ്പറേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ്. CPMന് അനുകൂലമായാണ് വാർഡ് വീണ്ടും വിഭജനം നടത്തിയതെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. വാർഡ് വിഭജനത്തിൽ നിരവധി പരാതികൾ UDF നൽകിയിരുന്നു. ഒരിടപെടലും കളക്ടറുടെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. വീണ്ടും ഇടവേള. ഗവർണർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓണക്കോടി ഗവർണർക്ക് കൈമാറി ഔദ്യോഗികമായി ഗവർണറെ ക്ഷണിച്ചു. ഗായകൻ MG ശ്രീകുമാറിനൊപ്പം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പാടിയ ഓണപ്പാട്ട് ശ്രദ്ധേയമാകുന്നു. ഓണക്കൈനീട്ടം എന്ന പേരിലാണ് പാട്ട്. 7 വയസ്സുകാരി മുതൽ 70കാരൻ വരെ ഈ ഓണപ്പാട്ടിന് ശബ്ദം നൽകിയിട്ടുണ്ട്. MG ശ്രീകുമാറിനൊപ്പം MG മ്യൂസിക് അക്കാദമിയിലെ കുട്ടികളും ചേർന്നാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. അന്നത്തെ മുത്തശ്ശിക്കും ഇന്നത്തെ വല്യേട്ടനും, അന്നത്തെ മുത്തശ്ശനും ഇന്നത്തെ കുഞ്ഞുട്ടിക്കും വന്നേ പൊന്നോണം, ഈ പൊന്നിലെ നാട്ടിൻ തിരുവോണം. പൊന്നോണം വന്നേ, തിരുവോണം വന്നേ, നല്ലോണം വന്നേ, പൊന്നോണം വന്നേ. ഉമേഷ് കുമാർ ഗാനരചനയും സംഗീതവും നിർവഹിച്ചതാണ് ഗാനം. നല്ലോണം വന്നേ, പൊന്നോണം വന്നേ, തിത്തിത്താരോ തിത്തിത്താരോ തിത്തൈ തക തക തകതോ, തിത്തിത്താരോ തിത്തിത്താരോ തിത്തൈ തക തകതൈതോ. സംവിധായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും മാധ്യമപ്രവർത്തകനുമായ ലാൽ അഴകമാണ് സംവിധാനം. 7 വയസ്സുകാരി അയന മുതൽ 70കാരനായ സുകുമാരക്കുറുപ്പ് വരെ പാടിയിട്ടുണ്ടെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. 7 മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾ ഇതിനകത്ത് ഭാഗമായി അവരുടെ വലിയൊരു പ്രയത്നം ഇതിനകത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രിൻസിപ്പൽ ആയിട്ട് ഉള്ള നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഹെഡായിട്ടുള്ള ഐശ്വര്യ, അങ്ങനെ നിരവധി ആളുകളുടെ ഒരു വലിയ സപ്പോർട്ട് ഈ പ്രോജക്റ്റിനുണ്ടായിരുന്നു. അത് ഇപ്പോൾ ദൈവം സഹായിച്ച് ജനങ്ങൾ ഏറ്റെടുത്തു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഈ മ്യൂസിക് അക്കാദമിക്കും അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം ഇനി ഉത്തരോത്തരം ഉയരങ്ങളിലെത്താൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. MG ശ്രീകുമാർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്ത ഓണക്കൈനീട്ടം മണിക്കൂറുകൾക്കകം തന്നെ മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ആചാരപ്പെരുമയിൽ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ മങ്ങാട്ട് ഭട്ടതിരി പുറപ്പെട്ടു. കോട്ടയം കുമാരനല്ലൂർ മങ്ങാട്ടിലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇത്തവണ അകമ്പടി സേവിക്കാൻ പുറപ്പെട്ടത്. തിരുവാറന്മുളയപ്പന് ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി കാട്ടൂരിൽ നിന്നും തിരുവോണ ദിവസം ആറന്മുളയിലെത്തുന്ന തിരുവോണിക്ക് അകമ്പടി നൽകാനാണ് ആചാരപ്പെരുമയിലുള്ള യാത്ര. മങ്ങാട്ടിലത്തെ ആചാരപരമായ പൂജകൾ പൂർത്തിയാക്കിയാണ് ഭട്ടതിരി പുറപ്പെട്ടത്. മങ്ങാട്ടിലത്തെ അനൂപ് നാരായണ ഭട്ടതിരിക്കാണ് ഇത്തവണത്തെ നിയോഗം. മീനച്ചിലാർ വഴി വേമ്പനാട്ട് കായലിലെത്തി 3-ാം ദിവസമാണ് തോണി കാട്ടൂരിലെത്തുന്നത്. തിരുവോണ ദിവസം പുലർച്ചെ തിരുവാറന്മുളയപ്പന് വിഭവങ്ങളുമായി കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണി ആറന്മുളയിലെത്തും. എല്ലാ വർഷവും തിരുവോണ നാളിൽ കാലുകഴിച്ചൂട്ട് നടത്തുക എന്നൊരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ കാലുകഴിച്ചൂട്ടിന് ആരും എത്താതെ വരികയും ഇദ്ദേഹം വളരെയധികം വിഷമത്തോടു കൂടി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബാലൻ വന്ന് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ഇദ്ദേഹം വളരെയധികം സന്തോഷപൂർവ്വം ആചരിച്ചിരുത്തി
ഭക്ഷണം കൊടുത്ത് പോകാൻ നേരത്ത് ബാലൻ പറഞ്ഞു എനിക്ക് അവിടുത്തെ അതിഥേയത്വം വളരെയധികം ഇഷ്ടമായി, എല്ലാ വർഷവും ഇനി ഞാൻ അവിടുത്തെ കൈകൊണ്ട് ഊണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് മടങ്ങിയത്. പിറ്റേ വർഷം ഓണത്തിന് മുൻപ് മുത്തശ്ശനൊരു സ്വപ്നദർശനം ഉണ്ടായി. സാക്ഷാൽ തിരുവാറന്മുളയപ്പൻ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇനി തൊട്ട് എല്ലാ തിരുവോണത്തിനും ഇവിടെ എന്നെ വന്ന് കാണുക, അവിടുത്തെ കൈകൊണ്ട് വേണം എനിക്ക് അന്നത്തെ അന്നം എന്നുള്ള രീതിയിൽ പറഞ്ഞ് മടങ്ങുകയാണ് ഉണ്ടായത്. കാലക്രമേണ നമ്മൾ കോട്ടയത്തിന് മാറിയെങ്കിലും ഇന്നും ചിങ്ങമാസത്തിലെ മൂലം നാളിൽ ഇവിടുന്ന് പുറപ്പെട്ട് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ കാട്ടൂരുന്ന വിഭവങ്ങളുമായിട്ട് തിരുവോണത്തോണിയിലേറി തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിന് എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ. ഇത് 3ാം വർഷമാണ് അനൂപ് നാരായണ ഭട്ടതിരി തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാനായി പുറപ്പെടുന്നത്. ഉത്രാട ദിവസം കാട്ടൂർ ക്ഷേത്രത്തിലെ പൂജകളിൽ പങ്കെടുത്ത ശേഷമാണ് ആചാരപരമായ യാത്ര. ന്യൂസ് 18 കോട്ടയം. അന്താരാഷ്ട്ര 2020യിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്ക് അടുത്ത വർഷം ലോകകപ്പ് നടക്കാനിരിക്കെയാണ് സ്റ്റാർക്കിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം. ടെസ്റ്റിലും 2027 ലോകകപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഓസ്ട്രേലിയയുടെ എക്കാലത്തെ മികച്ച പേസർമാരിൽ ഒരാളായ സ്റ്റാർക്ക് അന്താരാഷ്ട്ര 2020യോട് വിട പറഞ്ഞത്. 35-കാരനായ സ്റ്റാർക്ക് 65 മത്സരങ്ങളിൽ നിന്ന് 79 വിക്കറ്റ് വീഴ്ത്തി. 2021 2020 ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9725 രൂപ, പവന് 77,800 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 8,045 പവന് 64,360 രൂപയും. വെള്ളി ഗ്രാമിന് 134 രൂപ, കിലോയ്ക്ക് 1,34,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് എക്സസ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.